ഹലോ മൈ ഡിയർ +2 സ്റ്റുഡൻസ്. എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലേ. അപ്പൊ നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ തന്നെ ഏറ്റവും അവസാനത്തെ എക്സാം, മോഡൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ എക്സാമിനാണ് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്, പക്ഷേ പേപ്പർ കിട്ടുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത രീതിയിലുള്ള മാർക്കൊന്നും കിട്ടാറില്ല. ആ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടാകും. ആ പ്രശ്നത്തിനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വെയിറ്റേജിനനുസരിച്ചായിരിക്കില്ല ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുന്നുണ്ടാവുക. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് എന്താ നോക്കാനുള്ളത്? ഹൗ ടു ആൻസർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ വെയിറ്റേജ്. വെയിറ്റേജിനനുസരിച്ച് എങ്ങനെ ആൻസർ ഷീറ്റിൽ ആൻസർ ചെയ്താം, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം നോക്കാം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ അറിയണം എന്താണ് വെയിറ്റേജ്. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കായിരിക്കും ഉണ്ടായിരിക്കാം അല്ലെ. ഇപ്പം 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, 3, 5, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാർക്കിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. ഓക്കെ, ഇപ്പൊ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യന് 8 മാർക്കിനനുസരിച്ച് എഴുതി വെച്ചു, അല്ലെങ്കിൽ 2 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പ്ലാനിങ് എന്താണ്. ഇപ്പൊ പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചു, നിങ്ങളുടെ ടൈം നഷ്ടമായി, പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് അവിടെ കിട്ടണമെന്നില്ല. എന്തുകൊണ്ടാ? 2 മാർക്കേ ഉള്ളൂ, ആ 2 മാർക്ക് അവിടെ തരും, അല്ലാതെ അതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട് ഒക്കെ വേസ്റ്റ് ആവും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ടൈം അവിടെ വേസ്റ്റ് ആവും. സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര മാർക്കാണ് എന്നറിഞ്ഞിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ തന്നെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം തരിക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൻസർ എനി 7 ക്വസ്റ്റ്യൻ ഫ്രം 1 to 9 ഈച്ച് ക്യാരീസ് 1 സ്കോർ. അപ്പൊ 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 7 എണ്ണം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാ, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് 1 വേർഡ് അത്രയും ഷുവർ ആണെങ്കിൽ മാത്രം ഫസ്റ്റ് എഴുതാനായിട്ട് പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പേഴ്സണലൈസ്ഡ് അപ്ലിക്കേഷൻ, റോൾ ഓഫ് ക്രിയേറ്റിവിറ്റി, പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ആൻസർ അറിയില്ല എന്നതാണ്. ഇനി ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടും. ആദ്യം തന്നെ 1 വേർഡിന് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങൾ എഴുതുന്ന സമയത്ത് 7 ക്വസ്റ്റ്യനും ഒരുമിച്ച് എഴുതുക. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ അറിയാം, ബാക്കി 4 ക്വസ്റ്റ്യൻസ് അറിയില്ലെങ്കിലും അവിടെ സ്ഥലം വിടുക, പിന്നീട് ഒരുമിച്ച് എഴുതുക. അല്ലെങ്കിൽ ഇനിയിപ്പോ ഫസ്റ്റ് പേജിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഫസ്റ്റിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസും മൊത്തം ഒരുമിച്ച് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതുമ്പോൾ എല്ലാം ഒരുമിച്ച് എഴുതുക. അല്ലാതെ ഇപ്പൊ ഇനിയിപ്പോ വലിയ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതി വലിയ എസ്സേ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി ഒരു 12ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി ഇങ്ങനെ വരുന്ന സമയത്ത് താഴെ നിങ്ങൾ 7ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ ആൻസർ എഴുതിയാലും ചിലപ്പോൾ അത് നോക്കാൻ വിട്ടുപോയേക്കാം, ബൈ ചാൻസ് അല്ലെ. അതുകൊണ്ട് തന്നെ എപ്പോഴും 1 വേർഡ് എഴുതുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് എഴുതാൻ ശ്രമിക്കുക, ആൻസർ അറിയെങ്കിൽ മാത്രം. നിങ്ങൾക്ക് അറിയില്ല ഒക്കെ കറക്കി കുത്തി എഴുതുകയാണെങ്കിൽ അത് ഫസ്റ്റ് എഴുതി വെക്കാതിരിക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് എന്നല്ലേ അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഒക്കെ തെറ്റ് പോവുകയാണെങ്കിൽ ടീച്ചറുടെ ഇംപ്രഷൻ അവിടെ കുറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. സോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊന്നും ഒരുപാട് സമയം എടുക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ എഴുതുന്നു, അത്രയും സ്പീഡായിരിക്കണം. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴുള്ള മെത്തേഡ് അല്ലെങ്കിൽ ട്രിക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻസ് വായിക്കുക, അപ്പൊ തന്നെ എഴുതുക. 7 ക്വസ്റ്റ്യനും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അറിയാത്തത് അവിടെ വിടുക. അപ്പൊ നമ്മുടെ എക്സാം ഹാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് എൻകറേജബിൾ അല്ല, എന്നിരുന്നാലും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ആൻസർ ചെയ്ത ഒരിക്കലും ചെയ്യരുത് കേട്ടോ, മറ്റുള്ളവരുടെ ടൈം കൂടി നമ്മൾ അവിടെ വേസ്റ്റ് ആക്കുകയാണ്. പക്ഷെ ഞാൻ പറയാണ് എന്താണ്, പിന്നെ കിട്ടുന്ന സമയത്ത് അവിടെ സ്പേസ് വിട്ടാൽ മതി, പിന്നെ എഴുതി ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഫസ്റ്റ് തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയാൽ മതി. ഓക്കെ, യെസ്. സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ വായിക്കുക. ആൻസർ എനി 7 ക്വസ്റ്റ്യൻ ഫ്രം 10 to 70 ഈച്ച് ക്യാരീസ് 2 സ്കോർ. ഓക്കെ, അപ്പൊ 10 to 17 7 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. ആദ്യം തന്നെ നോട്ട് ചെയ്യുക, അതിൽ ഏറ്റവും അറിയുന്ന 7 എണ്ണം സെലക്ട് ചെയ്ത് എഴുതുക. ഓക്കെ,
അപ്പൊ ഇവിടെ മിസ് തന്നിട്ടുള്ളത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ഇവിടെ എഴുതേണ്ടത്? ഫിക്സഡ് ക്യാപിറ്റലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 2 മാർക്കേ ഉള്ളൂ. 2 ഡിഫറൻസ് മാത്രം എഴുതിയാൽ മതി. 2 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 2 രീതിയിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം. ഏതാണ്? ഫസ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതും ഓപ്ഷണൽ ആണ്. ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ടൈം ഇല്ലെങ്കിൽ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. വേഗം തന്നെ ഡിഫറൻസ് മാത്രം എഴുതുക. അപ്പൊ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും 2 കോളം ആക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതായിരിക്കും കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ, അല്ലെ? കുട്ടി പഠിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെയും മിസ് പറയാണ്, എന്താണ്, ഒരിക്കലും ടേബിൾസ് ഒക്കെ വരച്ച് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാം. അപ്പൊ ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ ഒരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ എഴുതും? 1 പോയിന്റ് കൂടി എക്സ്ട്രാ എഴുതാം. ക്ലിയർ? ഓക്കെ. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഒന്ന് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുക. പിന്നെ കോളം ഒക്കെ വരച്ചെഴുതുക. ഓക്കെ, അപ്പൊ അത് നോക്കുന്ന സമയത്ത് ഈ കുട്ടി സെറ്റ് ആയിട്ടുണ്ടല്ലോ, അല്ലെ? ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കുക. 5 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന സമയത്ത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കണം. ക്ലിയർ? ഇതാണ് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ അപ്പ് ദി മിസ്സിംഗ് ഐറ്റംസ് ആസ് പെർ ദി ഹിന്റ് ഗിവൺ ബിലോ. അപ്പൊ നമ്മള് A-B എന്ന് എടുത്തിട്ട്, അതായത് 14 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട്, ക്വസ്റ്റ്യൻ നമ്പർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ഇടാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ തെറ്റായിട്ട് ഇടരുത്. 14ാമത്തെ ക്വസ്റ്റ്യൻ 14 എന്ന് പറഞ്ഞിട്ട് തന്നെ ഇടണം. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? മാർജിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ വട്ടെവർ ഇറ്റ് ഈസ് അത് എഴുതുക, മറന്നു പോകരുത്. ഇനിയിപ്പോ 14ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ A എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, B എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിക്കേ, 14ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? A ഏതാണോ ഇയർ, B ഏതാണോ ഇയർ, അത് മാത്രം എഴുതിയാൽ മതി. ഇനിയിപ്പം കളർഫുൾ ആക്കണം, നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ആക്കണമെങ്കിൽ ടൈം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് ടൈമൊക്കെ ഉണ്ടെങ്കിൽ വരച്ചോളൂ, കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ ടേബിൾ ഒക്കെ വരച്ചിട്ട് ടൈം കളയരുത്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയണമെന്നില്ല, എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ടൈം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും എസ് ഒന്നും എഴുതി വെക്കരുത്, മാർക്ക് കിട്ടില്ല. അവിടെ 2 മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ 2 ലിമിറ്റേഷൻസ് എഴുതുക. 2 ലിമിറ്റേഷൻസ് മാത്രം എഴുതിയാൽ മതി. 2 ഡിഫറൻസ് എഴുതുക. 2 ഡിഫറൻസ് മാത്രം എഴുതിയാൽ മതി. പോയിന്റ്സ് മാത്രം മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല, മിസ്സൊക്കെ ആ ഒരു ടൈപ്പ് ആയിരുന്നു. 2 ലിമിറ്റേഷൻസ് എഴുതിയാൽ മതിയെങ്കിലും ഇതിനൊന്ന് എന്തായാലും പഠിച്ചതല്ലേ, എക്സ്പ്ലനേഷൻ എഴുതി കളയാം. പക്ഷെ മിസ് എപ്പോഴാണ് എഴുതുന്നത്? ടൈം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അതും ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രം മതിയാവും. കൂടുതലായിട്ട് ടൈം വേസ്റ്റ് ചെയ്യരുത്. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്താണ്? ആ ഒരു എക്സ്പ്ലനേഷൻ ആണെങ്കിൽ കുറച്ചു കൂട്ടുക. 2 മാർക്കിനേക്കാൾ 1 മാർക്കേ കൂടുന്നുള്ളൂ, അപ്പൊ കുറച്ചു കൂട്ടുക. ഓക്കെ, ഇനിയിപ്പം 3 പോയിന്റ്സ് എഴുതുക. ഇനിയിപ്പം ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, 6 പോയിന്റ്സ് എഴുതുക. അതായത് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. അതായത് 20ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പ്രിപ്പയർ സ്ലൈഡ് ഓൺ ദി 6 കൺസ്യൂമർ റൈറ്റ്സ് അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 6 റൈറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ആ 6 റൈറ്റ്സ് മാത്രം എഴുതിയാൽ മതി. കാരണം എന്താണ്? 3 മാർക്കേ ഉള്ളൂ. ഇവിടെ പോയിന്റ്സ് ഓൺലി എന്ന് തന്നിട്ടുണ്ട്. ചില ആൾക്കാര് കൺസ്യൂമർ റൈറ്റ്സ് ഞാൻ എന്തായാലും പഠിച്ചു, ഇനി ഞാൻ പഠിച്ചു എന്നുള്ളത് മിസ്സിനെ അറിയിച്ചേക്കാം, അല്ലെ, വാല്യൂ ചെയ്യുന്ന ആൾ അറിഞ്ഞോട്ടെ എന്ന് കരുതി എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. മാർക്ക് കിട്ടില്ല. ആ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നമ്മൾ ആലോചിക്കാം, 3 മാർക്കാണ് മാക്സിമം കിട്ടാനുള്ളത്, അതിൽ കൂടുതൽ കിട്ടില്ല. ഓക്കെ, ഇപ്പൊ മിസ് ഇവിടെ തന്നിട്ടുണ്ട് കൺസ്യൂമർ റൈറ്റ്സ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്, തെറ്റിപ്പോവരുത്. എന്നിട്ട് കൺസ്യൂമർ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊന്ന് സെറ്റ് ആക്കിക്കോ. ഓക്കെ, എന്നിട്ട് 6 റൈറ്റ്സും എഴുതി വെക്കാം. ക്ലിയർ? യെസ്. ഇത് നമുക്ക് നോക്കാനുള്ളത് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാം, കുറച്ചും കൂടി വെയിറ്റേജ് കൂടി, കുറച്ച് വെയിറ്റ് കൂടി 5 മാർക്കാണ് കിട്ടാനുള്ളത്, അല്ലെ? അപ്പം ഇവിടെ നോക്കുക, 25 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്.
എത്ര മാർക്കാ? 5 മാർക്കാണ്. അപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയുന്നതാണ്. അപ്പൊ അതിൽ ഏറ്റവും അറിയുന്നത് എഴുതുക. നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇനി അറിയാത്തത് എഴുതരുത്. ഇനിയിപ്പോ നമുക്ക് എന്താണ്, എല്ലാം അറിയാം എല്ലാം എഴുതണം, അങ്ങനെയും ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതില് മിസ് ഔട്ട്ലൈൻ എനി 5 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ഇൻ ഡീറ്റെയിൽ എന്ന 27ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ്. ആദ്യം അതൊന്ന് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക, സമയം ഉണ്ടെങ്കിൽ മാത്രം. പക്ഷെ പോയിന്റ്സ് എപ്പോഴും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ടീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് പോയിന്റ്സ് വെച്ച് നോക്കാൻ ചില സമയങ്ങളിൽ സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ പോയിന്റ്സ് ആദ്യം തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും അറിയാം. എക്സ്പ്ലനേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാ പോയിന്റ്സും ആദ്യം തന്നെ എഴുതി വെക്കുക. ഇനിയിപ്പം എഴുതുന്ന സമയത്ത് 2 പോയിന്റ്സ് ഓർമ്മ കിട്ടുന്നില്ല, ആ 2 പോയിന്റ്സിനുള്ള സ്ഥലം അവിടെ വിട്ടുകൊണ്ട് ബാക്കിയുള്ളത് എഴുതാം. എന്നിട്ട് ഓരോ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുക. ഇത്രയും എക്സ്പ്ലനേഷൻ മിനിമം ആവശ്യമാണ് 5 മാർക്കിന്. ഓക്കെ, അപ്പൊ ടൈം മാനേജ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ക്ലിയർ? ഇനിയിപ്പോ ഈ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് കൂടി വന്നാൽ 5 മാർക്കിനെ ചോദിക്കുള്ളൂ. 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി, ഒരൊറ്റ ലിമിറ്റേഷൻ എഴുതിയാൽ മതി. 1 മാർക്കിന് എന്തായാലും ചോദിക്കില്ല. പക്ഷേ എന്താണ് ചൂസ് ചെയ്യാൻ, ഇതിൽ ഏതാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, കുറെ MCQ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എല്ലാ ലിമിറ്റേഷൻസും പഠിച്ചു വെക്കണം. 2 മാർക്കിന് ചോദിച്ചാൽ 2 ലിമിറ്റേഷൻസ് എഴുതിയാൽ മതി. ഇനിയിപ്പോ മിസ്സിനെ പോലുള്ള എക്സ്പ്ലനേഷൻ നിർബന്ധമാണെങ്കിൽ ചെറിയ എക്സ്പ്ലനേഷൻ മാത്രം കൊടുക്കുക, ടൈം ഉണ്ടെങ്കിൽ മാത്രം. വീണ്ടും സ്പെസിഫൈ ചെയ്ത് മിസ് പറയാണ്, ടൈം വേസ്റ്റ് ചെയ്യരുത്. 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണം എഴുതുക. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എക്സ്ട്രാ എഴുതി വെച്ചോ, കുഴപ്പമില്ല. ടൈം ഉണ്ടെങ്കിൽ മാത്രം. യെസ്. 4 മാർക്കിന് ചോദിക്കും, 5 മാർക്കിന്. ഓക്കെ, 5 മാർക്കിന് ചോദിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എല്ലാ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? ഇനി വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ എഴുതേണ്ടിയുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ക്വസ്റ്റ്യന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സെലക്ഷൻ 1 മാർക്കിനാണ്. അപ്പൊ എന്താണ് സെലക്ഷൻ എന്ന് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിടരുത്. വൈ ഈസ് ഇറ്റ് കോൾഡ് എ നെഗറ്റീവ് പ്രോസസ് 2 മാർക്കാണ്. അപ്പൊ നമ്മുടെ ആ ഒരു വെയിറ്റേജ് കൂടി വരികയാണ് അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. സെലക്ഷൻ എന്താന്ന് എഴുതിയതിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ടാണ് സെലക്ഷനെ നെഗറ്റീവ് പ്രോസസ് എന്ന് വിളിക്കുന്നത് എന്ന് എഴുതണം. 2 മാർക്കാണ്. പിന്നെ വരുന്നത് 5 മാർക്കാണ്. മൊത്തം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ABC എന്ന് ഇടാൻ മറന്നു പോവരുത്. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടന്റ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ടിങ് എംപ്ലോയീസ്. എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ കൊടുത്ത് നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും എസ്സേ ക്വസ്റ്റ്യനിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ടോ എസ്സേക്കുള്ള ക്വസ്റ്റ്യൻ 2 മാർക്കിനും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ക്ലിയർ? അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി. സെയിൽസ് പ്രൊമോഷൻ എന്താന്നുള്ളത് ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ഇൻട്രൊഡക്ഷൻ എങ്ങനെയാന്ന് വേണ്ടതെന്ന് വെച്ചാൽ, അതായത് 32ാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടു. എന്നിട്ട് സെയിൽസ് പ്രൊമോഷൻ എന്താന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് വേണം ഓരോ സെയിൽസ് പ്രൊമോഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടി കൊടുക്കാം. ഇങ്ങനെ വേണം എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മിസ് വെയിറ്റേജ് വീഡിയോ, അതായത് നമ്മുടെ എക്സാമിന്റെ വെയിറ്റേജ് വീഡിയോ ചെയ്ത സമയത്ത് ഒരു കുട്ടി കമന്റ് ചെയ്തു, ലിമിറ്റേഷൻസ് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിട്ടുള്ളത്. അതായത് ലിമിറ്റേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യന്റെ വെയിറ്റേജിനനുസരിച്ച് അത് പറയാൻ പറ്റുള്ളൂ. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും എക്സ്പ്ലനേഷൻ വേണ്ട.
5ലേക്ക് വരുമ്പോൾ എക്സ്പ്ലനേഷൻ വേണം. അതാണ് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും വെയിറ്റേജ് അനുസരിച്ച് വേണം ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യേണ്ടത്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എന്താണ്, 1 സെക്കൻഡ് പോരെ അല്ലേ? ഓക്കെ, 1 സെക്കൻഡ് കൊണ്ട് ഒന്നും ആവില്ല മിസ് എന്നാണെങ്കിൽ 1 മിനിറ്റ് വെച്ചിട്ട് എഴുതാം. ഇനി 2 മാർക്കാണെങ്കിൽ 2 മിനിറ്റ്. മിസ്സിന് ഇത് പറയാം എന്നായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. 2 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ 16 മാർക്കാണ് കിട്ടുന്നത്. സോ എസ്എ ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ ഫസ്റ്റ് അത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇനി കുറെ കഴിഞ്ഞിട്ട് എസ്എ എഴുതി തീരുന്നില്ല, ഇനിയും കുറെ ആൻസർ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേജ് അവിടെ സ്പേസ് വിടുക. ഒരു പേജ് വിടണമെന്നില്ല, എത്രത്തോളം നിങ്ങൾക്ക് എഴുതാനുണ്ടാവും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അത്രയും സ്പേസ് വിടുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങാം. മിസ്റ്റൊക്കെ അങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്. ഇനിയിപ്പോ എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ ആ പേജ് കട്ട് ചെയ്ത് വിട്ടാൽ മതി. കട്ട് ചെയ്യുക ഇൻ ദ സെൻസ് ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് ഇട്ടാൽ മതി. ക്ലിയർ? അപ്പൊ ഇങ്ങനെ വേണം ഓരോ എക്സാമിനും നിങ്ങൾ, പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റഡീസ്. ഓക്കെ, ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് ഇങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ടൈം മാനേജ് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസിന്റെയും സ്കോർ നോക്കുക, ഓരോ ക്വസ്റ്റ്യൻസിന്റെയും വെയിറ്റേജ് അനുസരിച്ച് മാത്രം എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ടൈം ഉണ്ടെങ്കിൽ ലാസ്റ്റ് എഴുതുക, അല്ലെങ്കിൽ അത് വിട്ട് കളയുക, എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ? സെറ്റ് അല്ലേ? ഇങ്ങനെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഒരു എക്സാം എഴുതി നോക്കുക. എക്സാം എഴുതി ഇങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും. ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് മിസ് വരുന്നതായിരിക്കും, ട്രിപ്പിൾ ഐ വരുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ.